വെൽക്കം ടു മൈ ചാനൽ. ഓണം അങ്ങോട്ട് എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഓണത്തിൻ്റെ ഒരു മാസം മുന്നേ അങ്ങോട്ട് തുടങ്ങും നമ്മൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളും. അപ്പം ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ്. ആക്ച്വലി എല്ലാ വർഷവും ഓണത്തിന് തക്കിട്ടൂൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ സ്കൂളിൽ വിടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ടൈം എടുത്തിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പിന് പോവുക. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പ്ലാൻ ചെയ്തു തക്കിട്ടൂനെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോകും. പക്ഷേ ഏതാ സ്ഥലം എന്ന് നമ്മൾ പറയുന്നില്ല, അത് വഴിയേ എൻ്റെ വ്ളോഗിലൂടെയും റീൽസിലൂടെയും നിങ്ങൾ കാണും. അപ്പോൾ വി ആർ ടോട്ടലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ഓണത്തിൻ്റെ കുറേ പരിപാടികളൊക്കെ ഞാൻ നേരത്തെ തന്നെ തീർത്ത് വെക്കാനാണ് ശ്രമിക്കുന്നത് പോകുന്നതിന് മുമ്പേ. ശരിക്കുള്ള ഓണത്തിന് ഇവിടെ ഇല്ല, പക്ഷേ ഇന്ന് ഒരു ഓണപ്പരിപാടിക്ക് വേണ്ടി എനിക്ക് പോകണം. അപ്പോൾ എന്തായാലും അവിടെ സദ്യയാണ്, പോട്ട്ലക്ക് പാർട്ടിയാണ്, കുറേ ഫ്രണ്ട്സ് അതും ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു പായസം കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഞാൻ ഷുഗറുള്ള പായസമൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല, കാരണം ഞാനാണെങ്കിൽ അത് കഴിക്കില്ല. അപ്പം മിക്കവരും ഇപ്പോൾ ഡയറ്റ് നോക്കുന്ന ഒരു സമയം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള എന്നാൽ ഷുഗർ ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നാച്ചുറലി വിചാരിക്കും അപ്പോൾ ഒട്ടും കൊള്ളില്ല, ഓണത്തിന് എന്തിനാണ്, ഓണത്തിന് നല്ല വല്ല പായസം എടുത്ത് തിന്നൂടെ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ യു ആർ റോങ്. ഓണത്തിന് വരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ആണ് നിങ്ങളുടെ പായസമെങ്കിലോ. ടേസ്റ്റി എന്ന് വെച്ചാൽ ഒരു 1% പോലും ടേസ്റ്റിന് കുറവില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി, കാരണം ഞാൻ അതിലൊന്നും കോംപ്രമൈസ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണം സ്പെഷ്യൽ കിനോവ പായസം ഞാൻ ഉണ്ടാക്കാൻ പോകാം. ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ പോയി കിനോവ പായസം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് റെഡി ആയിട്ട് വരാമെന്ന്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, വെറും 5 മിനിറ്റ് മതി ഈ പായസം ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തൽക്കാലം റെഡി ആവാം, അതിനാണ് കുറച്ച് സമയം എടുക്കുക. വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു നാച്ചുറൽ ലുക്കിൽ ജസ്റ്റ് ഒരു നേരിയത് കൊടുത്ത് ചെറുതായിട്ടുള്ള ഒരു എനിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ എന്താ പറയുക, കമ്മലിട്ട് കൺമഷിയിട്ട് പൊട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ട് പോവുക എന്നുള്ള സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഡി ആയതിന് ശേഷം 5 മിനിറ്റ് കൊണ്ട് ഈ കിനോവ പായസം കൂടി കണ്ടാലോ. സത്യമായിട്ടും അടിപൊളിയാണ്. തക്കിട്ടൂന് ഭയങ്കര ഇഷ്ടമാണ്. കിനോവ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എൻ്റെ ഡയറ്റിൽ ഇപ്പോൾ ഉണ്ട്. സോ അതുകൊണ്ട് തക്കിട്ടൂനെ കൊണ്ടും ഞാൻ ടേസ്റ്റ് ചെയ്യിപ്പിച്ചാൽ അവൾ കള്ളം പറയില്ലല്ലോ, അവൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ആദ്യം നമുക്കൊന്ന് റെഡി ആയിട്ട് വന്നാലോ. കം ഓൺ. ആദ്യം തന്നെ നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എൻ്റെ പഴയ വ്ളോഗ്സൊക്കെ കാണുമ്പോൾ അറിയാം. വിച്ച് ഈസ് ന്യൂട്രിഡേമിൻ്റെ ഫോമിങ് ക്ലെൻസർ. അപ്പം ഇത് ഡീപ്ലി ക്ലെൻസ് ചെയ്യും, അതേപോലെ തന്നെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്, ഇംപ്യൂരിറ്റീസ് കളയും, സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടും, അതുപോലെ സ്കിന്നൊക്കെ ഈവൻ ടോൺ ആക്കി മാറ്റും. ഒട്ടും തന്നെ ഹാംഫുൾ അല്ലാത്ത നമുക്ക് എല്ലാ സ്കിൻ ടൈപ്സിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. സോ ആദ്യം നമുക്ക് ഈ പ്രോസസ്സിലോട്ട് കിടക്കാം. ഈ നയസിനമൈഡും വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിനെ ഈവൻ ആയിട്ട് സൂത്ത് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തിട്ട്, അതേപോലെ പാന്തനോൾ ഉള്ളതുകൊണ്ട് ഹൈഡ്രേഷനും റിപ്പയറും ഭയങ്കര നല്ലതായിട്ട് ചെയ്യും കേട്ടോ. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടും ഫോമി ടെക്സ്ചർ ഉള്ളതുകൊണ്ടും ആ ഒരു സ്ട്രിപ്പ് ചെയ്യാതെ ക്ലെൻസ് ചെയ്യുന്ന ഫീലിംഗ് ഇതിന് കിട്ടും. യു നോ ദാറ്റ് ടൈറ്റ് സ്ട്രിപ്ഡ് ഓഫ് ഫീലിംഗ് വേറെ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ലേ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ആ ക്ലെൻസർ നമ്മുടെ സ്കിന്നിൻ്റെ ഗുഡ് ഓയിൽസ് വരെ റിമൂവ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ദിസ് ഫോമിംഗ് ക്ലെൻസർ ഇസ് gentle yet effective, making it perfect for all skin types including sensitive skin. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് മോയ്സ്ചറൈസേഷൻ. ഓക്കെ, അപ്പോൾ അത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. സോ ഫസ്റ്റ് നമുക്ക് ഇതിടാം. ഇത് നമ്മൾ എരിത്തീമ തുടങ്ങിയ കുറേ സ്കിൻ ഇറിറ്റേഷൻ ഇഷ്യൂസൊക്കെ ഒരു പരിധി വരെ ഒത്തിരി കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ ഓൾ സ്കിൻ ടൈപ്സിന് പെർഫെക്റ്റ് ആണ്. പിന്നെ ഹൈഡ്രേഷൻ വളരെ നല്ലോണം ഉണ്ട്. കംപ്ലീറ്റ് നമ്മൾ ഇടാൻ പോകുന്ന മേക്കപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഇൻടാക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ വെക്കും. ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനിൽ വിറ്റമിൻ ഇ ഫോസ്ഫേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഹൈഡ്രേറ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും പിന്നെ ഏജിങ് സൈൻസ് കുറയ്ക്കാനും റെഡ്നെസ്സും ഫൈൻ ലൈൻസ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിന്നിൻ്റെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡെർമറ്റോളജിസ്റ്റുകളെല്ലാം ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മോയ്സ്ചറൈസർ നല്ല പവർഫുള്ളി ഹൈഡ്രേറ്റിംഗ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ റെഡ്നെസ്സും ആക്നെയൊക്കെ കുറച്ച് സ്കിന്ന് ഫുൾ ടൈം മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. പിന്നെ ഈ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ സ്ട്രെച്ച് മാർക്സ് വരെ ഒരു പരിധി വരെ റെഗുലർലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കാൻ സാധിക്കും കേട്ടോ, കീപ്പിംഗ് യുവർ സ്കിൻ ഹെൽത്തി, റെസിലിയൻറ്റ് ആൻഡ് വെൽ മോയ്സ്ചറൈസ്ഡ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പും കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഈ സ്കിന്നിലുള്ള ഒരു ഡിഫറൻസ് ശ്രദ്ധിച്ചോ? അപ്പോൾ ഈ 2 പ്രോഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഐബീരിയ സ്കിൻ ബ്രാൻഡ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേർപ്പിൾ, ന്യൂട്രിഡേം ഇന്ത്യാസ് ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ഈ പ്രോഡക്ട്സ് ഒക്കെ എൻ്റെ യൂട്യൂബ് കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും പ്രോഡക്റ്റ് ലിങ്ക് ഉണ്ട്, ഒപ്പം പിൻഡ് കമൻറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതും കാലാകാലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ പുറത്ത് പോകുമ്പോൾ വലിയ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ഇടണ്ട എന്നുള്ളതാണ്, ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇത് ദുബായിൽ നിന്ന് മാത്രമാണ് കേട്ടോ വാങ്ങിക്കാൻ കിട്ടുക. എൻ്റെ ഏറ്റവും ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടപ്പം.
ഇതൊരു BB ക്രീമാണ്. ആക്ടിപ്യൂർ എന്നൊരു മെഡിക്കേറ്റഡ് ബ്രാൻഡിനെയാണ്. അപ്പോൾ നമ്മൾ ഈ BB ക്രീം മാത്രമാണ് ഫൗണ്ടേഷൻ കൺസീലർ എല്ലാമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇത് പണ്ട് സ്കിന്നിന് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ഉണ്ടാകുമ്പം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും ഞാൻ ദുബായിൽ പോകുമ്പോഴും അമ്മയും അച്ഛനും ദുബായിൽ നിന്ന് വരുമ്പോഴും ഇത് കൊണ്ടുവരാൻ പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. മേക്കപ്പ് ഒന്നും ഇടാൻ വലിയ ആവശ്യമില്ലാത്ത ദിവസങ്ങളിൽ ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് എന്നെ സ്കിന്നിനൊട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു BB ക്രീമാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് BB ക്രീം ആണെങ്കിലും ഉപയോഗിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രോ കറക്ഷനാണ്. ഐബ്രോ കുറച്ചും കൂടി ഡാർക്കൻ ചെയ്ത് വെക്കാം. ജസ്റ്റ് ഫില്ലിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ തക്കിട്ടൂൻ്റെ ബഹളമാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. ഓണം വെക്കേഷൻ 1 മാസം ആയി പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്. നമ്മൾ ഐബ്രോസും കഴിഞ്ഞു. ഓക്കെ, സി പെർഫെക്റ്റ്. കണ്ടോ, ഐബ്രോവും പെട്ടെന്ന് തന്നെ റെഡിയായി. ഇനി നമ്മൾ മസ്കാരയോ അങ്ങനത്തെ ഐ ഷാഡോ ഒന്നും എടുത്തില്ല. നമ്മൾ ആകെ ഇടാൻ പോകുന്നത് ഒരു കൺമഷി മാത്രമാണ്. അപ്പോഴാണ് നമുക്ക് ഈ വീട്ടിലെ ഒരു നാച്ചുറൽ ലുക്ക് പോലെ പണ്ടത്തെ സ്റ്റൈൽ. കൺമഷി പൊട്ട് വേറെ ഒന്നും പാടില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഒഴിവാക്കാത്ത ഒരു കാര്യം നമ്മുടെ ബ്ലഷാണ്. ഏത് ബ്ലഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഞാൻ ചെറിയൊരു ലിക്വിഡ് ബ്ലഷ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ലൈറ്റായിട്ടൊന്ന് ഫിംഗർ കൊണ്ട് ചീക്സിൻ്റെ ചീക്ക് ബോണിൻ്റെ അവിടെ മാത്രം ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. അതേപോലെ ഇപ്പോഴത്തെ സൈഡും നമുക്ക് മേക്കപ്പ് ഇട്ടതായിട്ട് തോന്നൂല്ല, എന്നാൽ കണ്ണ് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് തോന്നും. അത് പിന്നെ ഓബ്വിയസ്ലി കണ്ണ് എഴുതിയില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും, എന്താ കണ്ണ് എഴുതാനേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉറക്കം കിട്ടിയില്ലേ തുടങ്ങിയ അനാവശ്യ ചോദ്യങ്ങൾ ഒഴിവാക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഈസ് ലിപ്സ്റ്റിക്. എന്തെങ്കിലും ഒരു നാച്ചുറൽ ഷെയ്ഡ് ഉപയോഗിക്കുക. അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ന്യൂട്രിഡേം ഇസ് നൗ അവൈലബിൾ ഇൻ 18+ countries. പിന്നെ ഇറ്റ്സ് മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്. ഇനി ഞാൻ നേരിയ സാരി ഉടുക്കാൻ പോവാണ്. അതിന് ശേഷം ഒരു പൊട്ട് ഇട്ടാൽ നമ്മൾ റെഡി. അപ്പോൾ റെഡി, 1 2 3. എങ്ങനെയുണ്ട്? കണ്ടില്ലേ, പ്രത്യേകിച്ച് ഒരു മേക്കപ്പോ ഒന്നുമില്ല, പക്ഷെ നാച്ചുറലായിട്ട് ഉള്ള ഒരു ഹോംലി ലുക്ക്. നമുക്ക് നേരെ കിനോവ പായസം ഉണ്ടാക്കിയാലോ? കമോൺ. അപ്പോൾ കിനോവ പായസക്ക് ഫസ്റ്റ് ആവശ്യമുള്ള കാര്യം അഫ്കോഴ്സ് കിനോവ. ഇതൊരു 10 മിനിറ്റ് ഞാനൊന്ന് ബോയിൽ ചെയ്ത് വെച്ചു. ഇത് പണി ആദ്യമേ ഞാൻ തീർത്തു വെച്ചു കേട്ടോ. സോ വലിയ പണിയൊന്നുമില്ല. 10-15 മിനിറ്റ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ നമ്മളത് വേവിച്ചെടുക്കുക. പിന്നെ പാല്, ഓക്കെ, പശുവും പാല്. പിന്നെ ഇതിൽ ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, അതേപോലെ കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതേപോലെ വേറൊരു കുട്ടൻസാണ് ഇതിൽ. ഞാൻ കിസ്മിസ് അല്ല, ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര യമ്മിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശർക്കരപ്പൊടി. നമ്മളിതിൽ പഞ്ചസാരയല്ല, ശർക്കരപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയാം, നമ്മൾ നല്ല നെയ്യിൽ ഈ കാഷ്യൂവും ബദാമും അതുപോലെ തന്നെ ഡേറ്റ്സും ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ചെയ്തിട്ട് മാറ്റി വെക്കും. കാരണം ഇത് സാധാരണ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ഞാനിപ്പം ഓണ രുചിമധുരം എന്നിട്ട് സൂര്യ TV ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അവിടെ വന്ന ഒരു ഗസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, സരിത ബാലകൃഷ്ണൻ ചേച്ചി പറഞ്ഞതാണ്, നമ്മൾ ഈ വറുത്തിടുന്നത് ആദ്യമേ ഇട്ട് മാറ്റി വെച്ചാൽ ചില സമയങ്ങളിൽ പാലിൻ്റെ അവസാനം നമ്മളത് ഇടുമ്പോൾ, പാൽപ്പായസത്തിൻ്റെ ഒക്കെ അവസാനം ഇടുമ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമേ അത് എൻ്റെ ചൂട് മാറി കിട്ടുന്ന ഒരു നല്ലൊരു ട്രിക്ക് എനിക്ക് പറഞ്ഞു തന്നു. സോ ഫസ്റ്റ് ഞാനിത് വറക്കാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു സ്പൂണ് നെയ്യ് എടുത്ത് നമ്മുടെ കാഷ്യൂം ബദാമൊക്കെ വറക്കാൻ പോവാണ്. ആദ്യം കാഷ്യൂം ബദാമും കൂടെ ഇടുവാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഞാനൊന്ന് എടുത്ത് ചതച്ചതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ചതയും വേണ്ട. അതിങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടും കുറച്ച് പേർക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് കുറച്ചൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ബൈ ദ വേ, വെറും ഡേറ്റ്സ് 1 സ്പൂൺ ഓഫ് നെയ്യിൽ മാത്രം ഇട്ട് കഴിക്കാൻ തന്നെ എന്ത് ടേസ്റ്റാണെന്നറിയോ. നമ്മൾ അതിനകത്തുള്ള സീഡ് എടുത്ത് മാറ്റിയിട്ട് 1 സ്പൂൺ നെയ്യ് മാത്രം ഒഴിച്ച് കഴിച്ചു നോക്കിയേ, ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് ഡേറ്റ്സും കൂടി ഇട്ടിട്ട് മാറ്റി വെച്ചാൽ മതി. ഞാൻ ഈ വർഷം വാങ്ങിച്ച ഉരുളിയാണ്. അപ്പോൾ ഈ പായസം ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഉരുളി ഒന്ന് കുറച്ച് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് കണക്ക് പറയുവാണെങ്കിൽ നമ്മളൊരു 1/2 കപ്പ് കിനോവക്ക് 1 കപ്പ് വെള്ളം ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മളതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കണക്കിൽ നമ്മളിപ്പോൾ 1/2 കപ്പ് കിനോവയിൽ ഉപയോഗിച്ചേ, അപ്പോൾ ഒരു കപ്പോ 1.5 കപ്പ് പാല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് ഇട്ട് നോക്കും. പിന്നെ അത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ പാല് അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പും കൂടി ഇടും. ഓക്കെ,
അങ്ങനെ ഉരുളി ഞാൻ ഇവിടെ ഉദ്ഘാടിച്ചിരിക്കുകയാണ്. അപ്പോൾ പാല് കുറച്ച് ചൂടായതിനു ശേഷം നമ്മുടെ വേവിച്ച കിനോവ ഇടാം. ഓക്കെ, കിനോവ ഇട്ടതിന് ശേഷം ഒരു ഇച്ചിരി ജീരകം ഞാൻ പൊടിച്ചിട്ടതും കൂടെ ഇടാണ് ഒരു ഫ്ലേവറിന്. അത് കൂടാണ്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും നമുക്കിടാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ജാഗറി ഇടാനുള്ള സമയമായി. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ വറുത്ത് വെച്ച പരിപാടിയൊക്കെ നമ്മൾ ആദ്യമേ തീർത്തു വെച്ചു. ഇത്രയും പെട്ടെന്ന് ഓണത്തിനൊരു പായസം ഉണ്ടാക്കാൻ പറ്റുന്ന വിച്ച് ഇസ് ഗിൽറ്റ് ഫ്രീ, ആബ്സല്യൂട്ട്ലി ഗിൽറ്റ് ഫ്രീ. അത് വേറെ ഉണ്ടാവില്ല. കിനോവ, മില്ലറ്റ് റൈസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത് ഭയങ്കര എളുപ്പമാണ്. എളുപ്പം മാത്രമല്ല, 1-2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സ്പെഷ്യലി തക്കിട്ടു. അപ്പോൾ ഇന്ന് ഞാൻ ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അവൾക്ക് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ കൂടെ നമുക്ക് നോക്കാം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ജാഗറി, നമുക്ക് പാനി, ശർക്കര പാനിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് പൊടിച്ചിട്ട് തന്നെ അങ്ങനെ ഇടാം. ഇന്നിവിടെ ശബരിയും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ പായസം നമുക്ക് ശബരിക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ആക്ച്വലി ഷബ്സി ഭയങ്കര ഡയറ്റിലാണ്, കുറേ നാളുകളായിട്ട് ആൾ നല്ല ഡയറ്റിലാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ഫുഡാണ്, ഭയങ്കര ഫുഡ് കൺട്രോളിലാണ്, നല്ല വെയിറ്റും കുറഞ്ഞിട്ടുണ്ട്. അപ്പം പായസമാണെന്ന് പറഞ്ഞപ്പോൾ മുഖം ഒന്ന് ചെറുതായിട്ട് വാടി. പക്ഷെ ഞാൻ കിനോവ പായസമാണ് വിത്ത് നോ ഷുഗർ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ ശബരിക്കും എന്തായാലും നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി ലാസ്റ്റ് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ഡേറ്റ്സും കാഷ്യും ആൽമണ്ടും. സോ അതിനകത്ത് ഇട്ട നെയ്യ് മാത്രമേ ഉള്ളൂ ഈ പായസത്തിൽ, വേറെ നെയ്യൊന്നും എക്സ്ട്രാ ഇല്ല. കഴിഞ്ഞു. ഇത്രയും പെട്ടെന്ന് ഒരു ടേസ്റ്റി ഹെൽത്തി പായസം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ടേസ്റ്റിംഗ് ടൈം. അപ്പോൾ ഹെൽത്തി പായസം ഫസ്റ്റ് ഷബ്സി മാമ. വാ ഷബ്സി മാമ, കം ഓൺ. എന്തെങ്ങനെ കുട്ടാ, വായോ, വാടാ. ഞാൻ അധികം നെയ്യും ഇതൊന്നും ഇല്ലാത്തല്ലേ ആക്കുള്ളൂ. ഷബ്സിനെ ഒരിക്കലും വേറൊന്നും നിർബന്ധിക്കില്ലല്ലോ. ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന പായസം ഓഫ് ദി ഇയർ. ചൂടാണ്, ചൂടൊന്ന് ആറട്ടെ, ഇല്ലെങ്കിൽ അന്നൊക്കെ ഉള്ളി. ഓക്കെ, അതങ്ങനെ തന്നെ കഴിക്കണേ. സോ ദിസ് ഇസ് മൈ കിനോവ പായസം. How is it? നല്ല രസമല്ലേ? Can you believe there's no sugar? Seriously? നോ ഷുഗർ, ഓൺലി ജാഗറി. ജാഗറിയും പിന്നെ അതുപോലെ ഏലക്ക പൊടിച്ചിട്ടുണ്ട്, പിന്നെ ഡേറ്റ്സ്. ഡേറ്റ്സിൽ സ്വീറ്റ്നെസ് ആണ്. പിന്നെ ഡേറ്റ്സും ആമണ്ട്സും കാഷ്യൂം ഭയങ്കര ടേസ്റ്റ്. പായസത്തിൽ കാണാറില്ലല്ലോ. നമ്മൾ സാധാരണ പഴവും അതൊക്കെ മിക്സ് ചെയ്തിട്ടല്ലേ പായസം കഴിക്കുന്നത്. നിങ്ങൾ വെറുതെ ഈ പായസം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇച്ചിരി ഡേറ്റ്സ് ഇട്ട് നോക്കൂ, കിഡിലൻ ടേസ്റ്റ് ആണ്. ബേബി, ഇനി എൻ്റെ പൊന്നു കട്ട, കം. ഓക്കെ, ഹിയർ യു ഗോ. റെഡി, 1 2 3. ഓക്കെ, അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യാൻ മറക്കരുത്. കിനോവ പായസം വെറും 10 മിനിറ്റ് വേവിക്കാൻ കിനോവ എടുക്കും. അത് കഴിഞ്ഞാൽ വെറും 5 മിനിറ്റ് മാത്രമേ ബാക്കി കാര്യങ്ങളിൽ എടുക്കുള്ളൂ. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ട്രൈ ദിസ് ഗിൽറ്റ് ഫ്രീ കിനോവ പായസം. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.